നമ്മുടെ വീക്ഷണങ്ങളുണ്ടല്ലോ, പെർസ്പെക്റ്റീവ്, അത് വീക്ഷണങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കുക. അതൊരിക്കലും ഒരു വസ്തുതയോ സത്യസന്ധമോ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നിങ്ങളോടൊപ്പം അൻവർ സാം. ഇതിനെക്കുറിച്ച് നമ്മളിന്ന് വിശദമായി ചർച്ച ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർ സാം മാജിക് വൈബ്സ്. നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ്. നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് നമ്മുടേതായ വീക്ഷണങ്ങളുണ്ടാവാം. അത് ഒരു വീക്ഷണമാണെന്ന് മനസ്സിലാക്കുക. പലപ്പോഴും സംഭവിക്കുന്നത് വീക്ഷണങ്ങളെ വസ്തുതയായി നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. വസ്തുതയായി വീക്ഷണങ്ങളെ കണ്ടു തുടങ്ങിയാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. മാത്രമല്ല, നമ്മുടെ ചുറ്റും ഉള്ള ആളുകൾ പലപ്പോഴും നമുക്ക് എതിരാണെന്നുള്ളതിലേക്കാണ് നമ്മൾ പോവുക. വളരെ നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ നമുക്ക് പ്രതികൂല സാഹചര്യങ്ങളായിട്ട് മാറാൻ ഇത് കാരണമാകും. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കുക, വീക്ഷണം എന്ന് പറയുന്നത് വെറും ഒരു വീക്ഷണമാണ്. ഞാൻ പലപ്പോഴും ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ വീക്ഷണമാണ് യാഥാർത്ഥ്യം എന്നുള്ള രൂപത്തിൽ അവർ പറയാം. അതിൽ വേറെ അത് മാറാനുള്ള ഒരു സാധ്യതയും അവർക്ക് കാണാനേ കഴിയുന്നില്ല. അതല്ലെങ്കിൽ ഇതേപോലുള്ള മറ്റു വീക്ഷണങ്ങളെ അവർക്ക് വസ്തുനിഷ്ഠമായിട്ട് ഉൾക്കൊള്ളാനും കഴിയുന്നില്ല. അപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ, ഇതൊക്കെ കോർത്ത് വെച്ചുകൊണ്ട് അവർ നിർമ്മിച്ചെടുക്കുന്ന വീക്ഷണങ്ങളെ ഒരിക്കലും വസ്തുതകളായി കാണാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുള്ളത്, നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യത്തെക്കുറിച്ച് വീക്ഷണം ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ലതാണ്. ഇതാണ് എൻ്റെ വീക്ഷണം, കറക്റ്റ്. പക്ഷേ അത് തന്നെയാണ് വസ്തുത എന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ മിസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒമിറ്റ് ചെയ്യുന്നുണ്ടാവും, ഒഴിവാക്കി കളയുന്നുണ്ടാവും. ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പോയിട്ടേ ഉണ്ടായിരിക്കുകയില്ല. ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ കാഴ്ചകളിൽ, നമ്മുടെ കേൾവിയിൽ ഒന്നും വന്നിട്ടേ ഉണ്ടായിരിക്കുകയില്ല. ഇങ്ങനെ വരുമ്പോൾ യഥാർത്ഥ വസ്തുതയും വീക്ഷണവും തമ്മിൽ പൊരുത്തപ്പെടാതെ പോകുന്നു. നമ്മൾ വീക്ഷണത്തെ യഥാർത്ഥ വസ്തുതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആക്ഷനുകൾ എടുക്കുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, പറയുന്നു. അതുപോലെ തന്നെ അതിനുവേണ്ടിയുള്ള ആക്ഷനുകൾ എടുക്കുമ്പോൾ നമ്മൾ വേറൊരു വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരുന്നു. ഇത് നമ്മളിലും നമുക്ക് ചുറ്റുഭാഗവും ജീവിക്കുന്ന ആളുകളിലും വലിയ പ്രയാസങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഈ പ്രയാസങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തന്നെ നിങ്ങളുടെ ജീവിതം മതിയാവാതെ വരും. അപ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ആ പ്രശ്നത്തെ പരിഹരിക്കുക, വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, പരിഹരിക്കുക എന്നുള്ളതിലേക്ക് പോകുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എൻ്റെ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതാണ്. നമ്മുടെ ചില വീക്ഷണങ്ങളെയോ നമ്മുടെ ചില മനസ്സിലാക്കലുകളോ അതാണ് സത്യം, അത് മാത്രമാണ് സത്യം എന്ന് ചിന്തിക്കുന്നത് വലിയ പ്രയാസമാണ്. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, മറ്റൊരാളുടെ വീക്ഷണത്തെ നമുക്കിങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് അവൻ്റെ ഒരു വീക്ഷണം മാത്രമാണ്, അവൻ്റെ പെർസ്പെക്റ്റീവ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത്. പക്ഷേ യഥാർത്ഥ സത്യം അല്ലെങ്കിൽ യഥാർത്ഥ ഫാക്റ്റ്, വസ്തുത എന്ന് പറയുന്ന ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്. അയാൾക്കത് കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ നമ്മുടെ വീക്ഷണത്തെ പലപ്പോഴും നമ്മൾ ഇത് യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ് എന്ന രൂപത്തിൽ നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞേക്കാം, നമുക്ക് കാണാൻ കഴിയുന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനോട് സമീപിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, വീക്ഷണങ്ങളൊന്നും വസ്തുതയല്ല എന്ന് മനസ്സിലാക്കുക. 2, നമ്മളൊരു വീക്ഷണത്തിലേക്ക് എത്തിച്ചേരുന്നതിൽ നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുക. നമ്മൾ എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് നമ്മൾ അമിതമായ പ്രാധാന്യം നൽകിയിട്ടുണ്ടോ. നോക്കൂ, ചില കാര്യങ്ങൾക്ക് നമ്മൾ അമിതമായ പ്രാധാന്യം നൽകുമ്പോൾ
വളരെ പ്രാധാന്യം നൽകേണ്ട പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോകുന്നു. അതല്ലെങ്കിൽ ഒരു സംഭവത്തിൽ വളരെ ചെറിയ കാര്യമായി ഒരു പുഞ്ചിരിയോടെ തള്ളിക്കളയേണ്ടതോ അതല്ലെങ്കിൽ ഓ എന്ന് പറഞ്ഞ് മാറ്റിവെക്കേണ്ടതുമായ കാര്യങ്ങളെ നമ്മുടെ വീക്ഷണപ്രകാരം അതിനെ വലുതാക്കിയെടുത്ത് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങൾ തന്നെ മാറിമറിയും, ലക്ഷ്യങ്ങൾ മാറിമറിയും, സാഹചര്യങ്ങളൊക്കെ യാഥാർത്ഥമായ അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ വസ്തുതകളിൽ നിന്നൊക്കെ വളരെ ദൂരേക്ക് മാറിപ്പോകും. ഇവിടെ നമ്മെ സഹായിക്കാൻ വേറൊരാൾക്കും കഴിയാത്ത അവസ്ഥയും വരും. കാരണം നമ്മൾ എപ്പോഴും പ്രതികരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ചിത്രത്തോടും നമ്മുടെ ഉള്ളിലുള്ള വികാരത്തോടും നമ്മുടെ ഉള്ളിലുള്ള പെർസ്പെക്റ്റീവിനനുസരിച്ചാണ് നമ്മളിൽ നിന്ന് പ്രൊജക്ഷൻസ് വരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വസ്തുതകളെ വസ്തുതകളായും നമ്മുടെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ വീക്ഷണങ്ങളെ വീക്ഷണങ്ങളായും കാണുക എന്നുള്ളതാണ്. വീക്ഷണങ്ങൾ പലപ്പോഴും വസ്തുതകളിൽ നിന്ന് വിഭിന്നമാവാൻ, വ്യത്യസ്തമാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. വളരെ ഇമോഷണലി ഒരു ഹാർമണിയുള്ള ഒരു സ്മൈലിംഗ് സ്റ്റേറ്റുള്ള സമയത്ത് ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. നമ്മൾ ഇമോഷണലി വളരെ ഹൈ ലെവലിൽ നിൽക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങളെ സമീപിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് എങ്കിൽ നമ്മൾ പ്രതികരിക്കുന്നത് നമ്മുടെ ഇമോഷനുകളോടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കാമായി ഒന്ന് സെറ്റിലായിക്കൊണ്ട് നിങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് പോവുക. ചില സമയത്ത് നമ്മൾ പറയേണ്ടി വരും, ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ വിഷയം പിന്നീട് സംസാരിച്ചാലോ, അങ്ങനെ പറയാം. അതല്ലെങ്കിൽ പറയാം, ഞാൻ ഒരു 2 മിനിറ്റ് ബ്രേക്ക് എടുത്തുകൊണ്ട് തിരിച്ചു വരട്ടെ. ഇവിടെയൊക്കെ നമ്മുടെ ഇമോഷൻസിനെ സെറ്റിൽ ചെയ്യുവാനുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് ലഭിക്കുന്നു. ഈ ഗ്യാപ്പിനെ നമുക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ പല കാര്യങ്ങളെയും വസ്തുതാപരമായി വിലയിരുത്തുവാനും വേണ്ട രൂപത്തിൽ അതിനോട് പ്രതികരിക്കുവാനും വേണ്ട രൂപത്തിൽ അതിനെ ഉൾക്കൊള്ളുവാനും നമുക്ക് കഴിയും. ഇത് നിങ്ങളുടെ കുടുംബജീവിതത്തിലും നിങ്ങളുടെ ബിസിനസ് ലൈഫിലും സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വളരെ വീക്ഷണ വൈകല്യമുള്ള ആളുകളുണ്ട്, വസ്തുതകളെ യഥാർത്ഥമായി ഒരിക്കലും കാണാത്ത ആളുകളുണ്ട്. അവരോടുകൂടെ ജീവിച്ചു പോകാൻ തന്നെ വളരെ പ്രയാസമാണ്. പ്രത്യേകിച്ച് കുടുംബങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഇവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ കുടുംബങ്ങളിലെ ഒരാൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ അവർ ചിന്തിച്ചു എന്ന് ഇദ്ദേഹം അടിച്ചേൽപ്പിക്കും. ഇത് നീ ചിന്തിച്ചതാണ്, അല്ലെങ്കിൽ നീ പറഞ്ഞതാണ്, അല്ലെങ്കിൽ നീ പോകുന്ന വഴി ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടാവും. ഇത് ബിസിനസ്സുകളിലെടുത്താലും ഇതുപോലെ തന്നെയാണ്. പാർട്ട്ണർമാർ തമ്മിലൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് ഇങ്ങനെയാണ്. ഞാൻ വിചാരിച്ചത് ഇതായിരുന്നു, പക്ഷേ നീ അതിനെ കണ്ടത് അങ്ങനെയാണ്. ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെയായിരുന്നു, പക്ഷേ നിനക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, മനസ്സിലാവുന്നില്ല. ഇതെല്ലാം ഈ ഒരു കാര്യത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, വീക്ഷണങ്ങളെല്ലാം എപ്പോഴും വസ്തുതകളായിക്കൊള്ളണമെന്നില്ല. വസ്തുതകളെ വസ്തുതകളായും വീക്ഷണങ്ങളെ പെർസ്പെക്റ്റീവായും കാണുക. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തെയും സന്തോഷത്തെയും നമുക്ക് കൊണ്ടുവരാൻ കഴിയുക. നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നമുക്ക് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ കഴിയൂ എന്നതുകൂടി മനസ്സിലാക്കുക. സ്മൈൽ വിഷസ്. ഞാൻ നിങ്ങളോടൊപ്പം അൻവർ സാബ്.